കാണുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതല്ല, ഇതൊരു ക്യാൻഡിലാണ്. അത് നമ്മൾ വീട്ടിലെ മണ്ണ് വെച്ച് ഉണ്ടാക്കിയ ക്ലേ ഇല്ലേ, അത് വെച്ചാൽ ഉണ്ടാക്കിയെടുത്തത്. വെയിലില്ലാത്തതുകൊണ്ട് ക്ലേ ഉണങ്ങുന്നില്ല, നമ്മൾ കുറെ ദിവസം ഉണങ്ങാൻ വെച്ചു. ഇതിപ്പോ തന്നെ ഉണങ്ങി കല്ലുപോലെ. കൈയൊക്കെ കണ്ടില്ലേ നല്ല ചെളി കൊണ്ട് നെയിൽ പോളിഷ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പിന്നെ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ക്ലേ പരുവാക്കി എടുക്കുന്നു. എന്റെ പണിയൊന്നും പറയണ്ട, ഇത് ഈ പരുവാക്കി എടുക്കാൻ തന്നെ ഏകദേശം 1-2 മണിക്കൂർ എടുത്തു. എയർ ക്ലേ പോലെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇതിൽ നന്നായിട്ട് ക്രാക്ക് ഒക്കെ വീഴുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ബോക്സ് ഉണ്ടാക്കിയെടുത്ത് അപ്പൊ തന്നെ ഓരോ സൈഡിൽ നൊട്ടിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഇളകിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അല്ലേ, നടുക്കൊരു റിബൺ വെച്ച് കൊടുക്കാന്ന് വെച്ചപ്പോൾ അത് ശരിയാവത്തോണ്ട് ഇന്നത് പോവാ. പിന്നെ എന്റെ പെയിന്റുകളുടെ അവസ്ഥയെല്ലാം വളരെ പരിതാപകരമാണ്. വെള്ള പെയിന്റ് എടുത്താൽ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് നീലം കിട്ടും. അങ്ങനെ നീലം എടുത്താൽ പച്ച, പച്ച എടുത്താൽ മഞ്ഞ, അങ്ങനെ ഓരോന്നിനും നമുക്ക് വേറെ വേറെ കളർ കിട്ടുന്നതായിരിക്കും. പിന്നെ പേർപ്പിൾ കളർ ഒരു പ്രത്യേകം ഫാൻ ബേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പേർപ്പിളും ഗോൾഡും അടിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് ഉരുക്കി ഒഴിക്കാനായിട്ട് നമ്മുടെ സാധാ കുറച്ച് ക്യാൻഡിലും വാങ്ങി. പിന്നെ അത് തികയാതെ വന്നപ്പോൾ വളരെ സങ്കടത്തോടെ എന്റെ കയ്യിലിരുന്ന റെഡ് കളറും കൂടെ എടുത്ത് ഉരുക്കി ഒഴിച്ചു. കാരണം എന്താവശ്യം വന്നാലും ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു ആ റെഡ് ക്യാൻഡിൽ. പിന്നെ പോട്ടെന്ന് വെക്കാം, ഒരു നല്ല കറിക്കനല്ലേ. അപ്പത്തെ ഫൈനൽ ലുക്ക് ഇതാണ്. കൂടെ പേർപ്പിൾ കളറിലുള്ള ഫെയറി ഡയറിയും കൂടെ വെച്ചു കൊടുത്തു. ഇത് ആവശ്യമുള്ളപ്പെടുത്ത് കത്തിക്കുകയും ചെയ്യാം, അല്ലാത്തപ്പോൾ അത് വെച്ച് അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പിൻട്രസ്റ്റ് വൈബിളുള്ള ക്യാൻഡിൽ. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാം ഇങ്ങനത്തെ